പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ചില ദിവസങ്ങളായി ഇന്ത്യൻ ആർമിയെ സംബന്ധിക്കുന്ന ഒരു വിവാദപരമായ പരാമർശം ഒരു ഉസ്താദ് നടത്തി. നമ്മുടെ നവാസ് മന്നാനി. ആ വീഡിയോ വീണ്ടും നമ്മളെടുത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. കാരണം ഇന്ത്യൻ ആർമിയെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ഉറങ്ങുമ്പോഴും അവർ ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് ഉണർന്നെഴുന്നേറ്റ് വീണ്ടും നമുക്ക് നമ്മുടെ ആശയങ്ങൾ നിർഭയം ഇവിടെ പറയാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിന്റെ അവസ്ഥ നമുക്കറിയാം. ആ പ്രക്ഷോഭകാരികളായ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഒരു മിലിറ്ററിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ഇത്രയും കാലവും ബംഗ്ലാദേശിലെ ഇത്തരം ഭീകരരെ അടക്കി നിർത്തിയിരുന്നത് ഷെയ്ഖ് ഹസീനയാണ് എന്ന് പഠിപ്പിക്കുവാണ് ലോകത്തെ. അവരൊന്ന് രാജിവെച്ച്, പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇറങ്ങേണ്ടുന്ന താമസമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ജെട്ടിയും ബ്രായും വരെ ബംഗ്ലാദേശിന്റെ ദേശീയ ചിഹ്നമായി പ്രഖ്യാപിച്ച് ഭീകരർ തെരുവുകളിൽ ഇറങ്ങി ആറാടി. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ കാണുന്നുണ്ടാകും ഈ വീഡിയോസ് ഒക്കെ. ഒരു മനുഷ്യൻ വീട്ടിലെ മക്കളും ഭാര്യയും ഒക്കെ ഒത്ത് ജീവിക്കുവാണ്. അതിനിടയിൽ ആ ഭാര്യയും മക്കളും ഒക്കെ നോക്കി നിൽക്കെ പിതാവുണ്ട്, എല്ലാവരും നോക്കി നിൽക്കെ അവരുടെ ഭാര്യയെ കടന്നു പിടിക്കുന്നു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇവന്മാർ ആ പെണ്ണിനെ ഇവരുടെ മുമ്പിലിട്ട് വിവസ്ത്രയാക്കി ക്രൂരമായി കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി ആ മനുഷ്യന്റെ കഴുത്തു വെട്ടുന്നു. ചോര വാർന്നൊലിച്ച അന്ത്യനിമിഷത്തിലും ആ മനുഷ്യൻ ആരെയോ മരണവെപ്രാളത്തിൽ ഫോൺ ചെയ്യുന്നു. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ അവരുടെ മക്കൾ അലമുറയിട്ട് നിലവിളിക്കുന്നു. ഇതൊന്നുമല്ല, ഒരു മനുഷ്യനെ തല കീഴായി കെട്ടിത്തൂക്കിയിരിക്കുന്നു. ആ മനുഷ്യൻ മരിച്ചിരിക്കുന്നു. ഫുട്ബോൾ തട്ടുന്നത് പോലെ ഇവിടെ നിന്നൊരടി അങ്ങോട്ട്, അവിടെ നിന്നൊരടി ഇങ്ങോട്ട്. കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളൊക്കെ വീഡിയോ പിടിക്കുന്നു. അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിക്കുന്നു. അതാണ് പിന്നെ ആകെ ഒരു സമാധാനം. അല്ലാഹു അക്ബർ എന്ന് കേട്ടാൽ ഉടനെ സിനിമാ തിയേറ്ററിലാണെങ്കിൽ പോലും മനുഷ്യൻ ഉയിര് വെപ്രാളത്തിൽ ഓടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇതാണ് കാരണം അല്ലാഹു അക്ബർ എന്നത് കൊലവിളിക്കുള്ള ആഹ്വാനമാണ് എന്ന് ഇന്ന് പബ്ലിക് മനസ്സിലാക്കിയത് കൊണ്ടാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ടാണ്. അപ്പൊ ബംഗ്ലാദേശിലെ ഒരു ആർമിക്ക് പറ്റുന്നില്ല അവരെ കൺട്രോൾ ചെയ്യാൻ എന്നുള്ളതാണ്. ഈ ബാഡ് കമന്റുകളൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം പറയുന്ന വിഷയത്തെ സംബന്ധിച്ചിട്ട് അവർക്ക് ബോധമില്ല. അതുകൊണ്ട് അവർ വന്ന് തെറി പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ എത്ര തന്നെ തെറി പറഞ്ഞാലും ശരി, പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറഞ്ഞിരിക്കണം. അപ്പൊ ഇനി ഇന്ത്യൻ ആർമി ബലാത്സംഗികളാണ് എന്ന രൂപത്തിൽ നവാസ് മന്നാനി പ്രഭാഷണം നടത്തുന്നു. ഇന്ന് നടത്തിയതാണോ, ഇന്നലെ നടത്തിയതാണോ, 5 കൊല്ലം പഴക്കമുണ്ടോ, 10 കൊല്ലം പഴക്കമുണ്ടോ എന്നതല്ല ഇവിടുത്തെ വിഷയം. ഇന്ത്യൻ ആർമിയെ കുറിച്ച് മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട് ഇതാണോ? മുസ്ലിം പുരോഹിതർ ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ച് അവരുടെ ഈ ടില്ലങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നത് ഇങ്ങനെയാണോ എന്നതാണ് നമുക്കറിയേണ്ടത്. വേറെ ഒന്നും അറിയേണ്ടതില്ല. ഇത് നമുക്ക് അറിഞ്ഞേ പറ്റൂ. വയനാട്ടില് ഇന്ത്യൻ മിലിറ്ററി നൂല് പോലെ ഒരു കമ്പിയിൽ തൂങ്ങി സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തിയാണ് ആ ജനങ്ങളെ രക്ഷിച്ചത്. ആ ജനങ്ങൾ അവരുടെ ഇന്ത്യൻ ആർമിയുടെ ആരുമായതുകൊണ്ടല്ല, അവരുടെ ദൗത്യമാണ് ഈ രാജ്യത്തിനു വേണ്ടി അത് ചെയ്യണം എന്നുള്ളത്. എല്ലാ സഹോദരന്മാരുമാണ് ഇന്ത്യക്കാർ എന്നുള്ള ബോധമുള്ളത് കൊണ്ട് ഞാനല്ലാതെ മറ്റാർക്കും അത് ചെയ്യാൻ കഴിയില്ല. എൻ്റെ ജീവൻ ബലിയർപ്പിച്ചിട്ടാണെങ്കിലും ശരി, എനിക്ക് അവരെ രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് 3 മിലിറ്ററി ഉദ്യോഗസ്ഥര് കാട്ടില് മൃതശരീരങ്ങൾ തിരയുന്നതിനിടയില് 1 വയസ്സും 2 വയസ്സും 3 വയസ്സുമുള്ള 3 കുഞ്ഞുങ്ങൾ ചുറ്റിനും ഇരുന്ന് ഒരു പുകയുന്ന അടുപ്പും കാണുന്നു. ഒരു പിതാവ് കിടന്നുറങ്ങുന്നു, ഒരു മാതാവാണ് അടുപ്പ് കത്തിക്കുന്നത്. പിറ്റേ ദിവസവും കാണുന്നു അത് തന്നെ. എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ അരി കിട്ടിയിട്ടില്ല. വെള്ളമെങ്കിലും ചൂടാക്കി കുട്ടികളെ ഒന്ന് സമാധാനിപ്പിക്കാം.
ഒരു ബെഡ്ഷീറ്റ് 4 കഷ്ണങ്ങളാക്കി. 3 കഷ്ണവും ഈ 3 സൈനികരും 1 വയസ്സും 2 വയസ്സും 3 വയസ്സുമുള്ള കുഞ്ഞുങ്ങളെയും വെച്ച് സ്വന്തം ശരീരത്തോട് വലിച്ചു മുറുക്കി കെട്ടി. 1 കഷ്ണം തുണി ആ മനുഷ്യന്റെ ശരീരത്തിലും വലിച്ചു മുറുക്കി കെട്ടി ആ സ്ത്രീയെയും ഒക്കെ രക്ഷപ്പെടുത്തിയ ശേഷം ഈ ആർമി ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണെന്ന് അറിയില്ല. അവിടെ നിന്ന് ഇവിടെ കേറുന്നതുവരെ ഈ കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ടില്ല. പട്ടിണിയാണ്, തണുപ്പാണ്. 1, 2, 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം? ദി ഗോസ്റ്റ്, പെരുങ്കള്ളി, നിന്റെ തന്ത, നിന്റെ എന്താടാ ഞാൻ മോഷ്ടിച്ചേ? നിന്നോട് എന്താടാ കള്ളം പറഞ്ഞേ? അഭിലാഷേ, താങ്ക് യു. അപ്പോ ഇത്രയ്ക്ക് ജീവൻ പണയപ്പെടുത്തി ഇന്ത്യൻ മിലിറ്ററി പ്രവർത്തിക്കുമ്പോൾ മുസ്ലിം മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെയൊക്കെ ഇന്ത്യൻ മിലിറ്ററി വന്നിട്ട് ബലാത്കാരം ചെയ്യും, നമ്മുടെ വൃദ്ധ മാതാപിതാക്കളെയൊക്കെ അടിച്ചു കൊല്ലുമെന്നൊക്കെ ഒരു ഉസ്താദ് പ്രസംഗിച്ചാൽ, അർഷാദ് സിദ്ദീഖ് നിന്റെ മൂല എന്താ മോനെ, ഉമ്മാക്കില്ലേ? നിന്റെ പെങ്ങക്കില്ലേ? നിനക്കൊരു മോളുണ്ടെങ്കിൽ അവക്കില്ലേ? എല്ലാവർക്കും ഉള്ളതാടാ അത്. നിന്റെയൊക്കെ വിവരദോഷത്തിനെ സ്ത്രീയുടെ ശരീരത്തിന്റെയും പുരുഷന്റെ ശരീരത്തിന്റെയും ഏതെങ്കിലും ഒക്കെ ഒരു ഭാഗത്തിന്റെ പേര് പറഞ്ഞാൽ ഉടനെ തെറിയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ. എന്താ ഉമ്മാടെ അത് കുടിച്ചിട്ട് തന്നെയല്ലേ നീയും വളർന്നത്? അന്നേരം നിനക്കൊരു വൃത്തികേടും തോന്നിയില്ലല്ലോ. ഇപ്പൊ നിന്റെ ഉമ്മാക്കും പെങ്ങന്മാർക്കും ഭാര്യയ്ക്കും ഒക്കെ ഉണ്ടെങ്കിലും മക്കൾക്കൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മുറിച്ചു കളയോ നീ? അർഷാദേ, കൂത്തിച്ചി നിന്റെ തള്ള പറയടാ, ഇനി പറ. നിന്റെ തന്തയുടെ തള്ള, നിന്റെ കുടുംബത്തിലുള്ള സകലമാന ആളുകളും പൊളിയ. പറയടാ, ഇനി പറ. ഞാൻ ഇവന്റെയൊക്കെ കമന്റുകൾക്ക് മറുപടി കൊടുക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ ഇവരെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ആ ഇന്ത്യൻ മിലിറ്ററിയെ സംബന്ധിച്ച് ഒരു മുസ്ലിം പുരോഹിതൻ ഈ രൂപത്തിൽ സംസാരിച്ചാൽ പ്രതികരിച്ചെന്നിരിക്കും. ആദ്യം ആ ഉസ്താദിന്റെ ഉസ്താദിന്റെ പ്രഭാഷണ ശകലം കേൾക്കാം. അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഞാൻ ഉസ്താദിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അതിനു മുമ്പ് ഉസ്താദ് പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ? അത് കേൾക്കാം ആദ്യം. ഉസ്താദിനെ വിളിക്കലാണ് പ്രധാനം കേട്ടോ. ശരി, കണക്ഷൻ ഓക്കെ, കേൾക്കാം. മുനാഫിക്കായ മറ്റൊരുത്തനാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ. മറ്റൊരു മുനാഫിക്കാണ്. ഈ മുനാഫിക്ക് വിവരം കൊടുക്കുന്നു, ഇവിടെ കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കലാപം ഉണ്ടാകിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവുകയാ, ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തിലേക്ക് പോയെന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു. ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇന്ത്യയുടെ പട്ടാളം വരികയാണ്. HMP കോളനിയിൽ ഇന്ത്യയുടെ പട്ടാളം വന്നു കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ സഹോദരാ, കരുണയില്ലാത്തവന്മാരാ, നരകത്തിന് വേണ്ടി അള്ള പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ. ഈ കശ്മലന്മാര് വന്നാൽ ഇവിടുത്തെ പ്രായാധിക്യം വന്ന ഉപ്പാപ്പമാരെ
മാതാപിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുന്നു, ബാക്കിയുള്ള യുവാക്കളെ വെടിവെച്ച് വീഴ്ത്തുന്നു. എന്നിട്ട് നമ്മുടെ ജീവന തുല്യം സ്നേഹിക്കുന്ന പെൺമക്കളെ ബലാത്സംഗം ചെയ്യൂ, നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യൂ. അത് നാളത്തെ സുപ്രഭാതത്തിലായി കൂടുന്നുണ്ടോ? ഇതൊക്കെ നടന്നല്ലേ മറ്റ് സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടത്? കാശ്മീരിന്റെ അവസ്ഥ എന്താ? ഇതാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പം നമ്മുടെ കേരള പോലീസിനൊന്നും ചെയ്യാത്ത സാഹചര്യം വരുമ്പോൾ ഇന്ത്യൻ മിലിറ്ററി വന്നിറങ്ങുന്നു. അവര് കപടന്മാരാണ്, കശ്മലന്മാരാണ്, നരകത്തിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ഒരു വിഭാഗമാണ്. മനസ്സിലായ? അപ്പൊ അവര് നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളെ അടിച്ചു കൊല്ലും, നമ്മുടെ മക്കളെ ബലാത്കാരം ചെയ്യും. ഇതാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പോ ആദ്യം തന്നെ നമുക്ക് ഉസ്താദിനെ ഒന്ന് വിളിച്ചിട്ട് ഉസ്താദ് പറഞ്ഞതാണോ ഇത്, അതോ ഇപ്പോഴും ഉസ്താദിന് ഇന്ത്യൻ ആർമി ബലാത്സംഗികളാണ് എന്ന് തന്നെയാണോ വിശ്വാസം, അതോ ഉസ്താദിന്റെ സമീപനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കണം. ഉസ്താദ് ഇത് 7 വർഷം മുമ്പ് പ്രഭാഷണം നടത്തിയതാണ്. പക്ഷേ ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ച് 7 വർഷം മുമ്പ് ഇദ്ദേഹത്തിന് ഈ അഭിപ്രായമായിരുന്നോ, അതോ ഇപ്പോഴും ഈ അഭിപ്രായം തന്നെയാണോ? ഇനി അതല്ല, ഇന്ത്യൻ മിലിറ്ററി അത്തരക്കാരൊന്നും അല്ല എന്നാണോ? അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഇത് എന്റേതല്ല എന്ന് പറയാൻ പറ്റില്ല. പല ഭാഗങ്ങളിൽ നിന്നും പല പ്രഭാഷണ ശകലങ്ങളിൽ നിന്നും വെട്ടിയെടുത്തതാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു പ്രഭാഷണം തന്നെയാണ് അത്, അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഒരു 2.5 മിനിറ്റ് ഉണ്ടാവും, 1 മിനിറ്റ് 13 സെക്കൻഡേ ഉള്ളൂ, ഇത്രയും ഉണ്ടാവും. അപ്പോ ഒരുപാട് കുരുക്കൾ പൊട്ടി ഒലിക്കുന്നുണ്ട്. എന്തായാലും നമുക്കവരെ മൈൻഡ് ചെയ്യണ്ട. അവരുടെ ഫ്രസ്ട്രേഷൻസ് അവരൊന്ന് ഇറക്കി വെക്കാൻ സ്ഥലം നോക്കി നടന്നപ്പോഴാണ് ചാറ്റ് ബോക്സ് കിട്ടിയത്. നടക്കട്ടെ. അപ്പോ ഇത് എന്താണ് ഉസ്താദിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് സ്വാഭാവികമായിട്ടും നമുക്കൊന്ന് അറിയണം. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ച് മുസ്ലിങ്ങൾക്ക് മുഴുവനുമുള്ള അഭിപ്രായം ഇതാണോ? ഇത് ഇസ്ലാമിന്റെ അഭിപ്രായമാണോ? ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മതവിധിയുടെ അടിസ്ഥാനത്തിലാണോ ഉസ്താദ് ഇത് പറഞ്ഞത്? ഇനി ഇവർക്ക് എന്തെങ്കിലും ആപത്തു പറ്റിയാൽ ഇന്ത്യൻ ആർമിയുടെ സേവനം ഞങ്ങൾക്ക് വേണ്ട എന്നാണോ ഇവരുടെ അഭിപ്രായം? കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയണം. എന്തായാലും ഉസ്താദിനെ ഒന്ന് വിളിക്കണം. ഇപ്പൊ നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടായിരുന്നു. ഹലോ, നവാസ് മന്നാനി അല്ലേ? അതെ, ഞാൻ ജാമിദ ആണ്. എനിക്കൊരു കാര്യം ഒന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിക്കുന്നത്. ജാമിദ. എവിടുന്നാ? ഞാൻ കോഴിക്കോടുന്ന്. ഓ, പറഞ്ഞോളി. താങ്കളെ കുറിച്ചിട്ട് ഒരു വോയിസ് പ്രചരിക്കുന്നുണ്ടല്ലോ, ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറഞ്ഞത്. എങ്ങനെ? ഇന്ത്യൻ ആർമിയെ കുറിച്ച് മോശമായി പറഞ്ഞ രൂപത്തില് ഒരു വീഡിയോ സന്ദേശം പ്രചരിക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? മനസ്സിലായില്ല. ഇന്ത്യൻ ആർമിയെ കുറിച്ച് മോശമായി താങ്കൾ പറഞ്ഞ ഒരു വീഡിയോ സന്ദേശം പ്രചരിക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാം. ഇന്ത്യൻ ആർമിയെ പറ്റി നമുക്ക് നല്ലതല്ലേ പറയാനുള്ളൂ. താങ്കളുടെ ആ വീഡിയോ പട്ടാളത്തെ പറ്റി ഇന്ത്യയിലുള്ള ഒരാൾക്ക് മോശം പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ താങ്കളുടെ വീഡിയോയിൽ മോശമാണല്ലോ. അതിനെപ്പറ്റി എനിക്ക് പ്രതികരിക്കാനില്ല. കാരണം 7 വർഷത്തിന് മുമ്പുള്ളൊരു അത് എങ്ങനെ ഉണ്ടായിരുന്നത് എനിക്കറിയില്ല. താങ്കളുടെ പ്രഭാഷണം അല്ലേ അത്? മോർഫ് ചെയ്തതാണ്. എന്റെ പ്രഭാഷണമാണ്. പക്ഷെ അത് എങ്ങനെയാണ് അത് എങ്ങനെ ഏത് രീതിയിലാണ് അത് പുറത്തേക്ക് വരുന്നത് നമ്മൾ നോക്കണമല്ലോ. അല്ല, 2-3 മണിക്കൂർ താങ്കൾ തുടർച്ചയായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. അതെ, ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നമുക്ക് നല്ലതല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടോ? അത് പറയുന്ന ഇന്ത്യക്കാരന് അങ്ങനെ പറയാൻ പറ്റൂ? അല്ല, ഇന്ത്യക്കാരൻ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ താങ്കളുടെ പ്രഭാഷണത്തിൽ അതുണ്ട്. അത് താങ്കൾ പറഞ്ഞതുമാണ്. എങ്ങനെ? താങ്കൾ പറഞ്ഞതുമാണത്. കാരണം മന്നാനിയുടെ വീഡിയോ ആണ്. നവാസ് മന്നാനിയുടെ വീഡിയോ ആണല്ലോ അത്. നിങ്ങളെ റേഞ്ചിൽ കേട്ടില്ല. എന്താണ്? താങ്കളുടെ വീഡിയോ സന്ദേശമാണല്ലോ അത്. അതെ, എന്റെ വീഡിയോ ആണ് അത് പ്രചരിക്കുന്നത്. ഞാൻ കണ്ടിരുന്നു. അതില് പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എന്തില്ല, നമുക്ക് യോജിപ്പുള്ള കാര്യമല്ല. പക്ഷെ ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നമുക്ക് നല്ലതല്ലേ പറയാനുള്ളൂ. പക്ഷെ താങ്കൾ പറഞ്ഞത് നമ്മുടെ കുട്ടികളെയൊക്കെ ബലാത്കാരം ചെയ്യും എന്നൊക്കെയുള്ള ടോണിലാണല്ലോ. അത് കട്ട് ചെയ്ത് ആർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ അത്രയും 3 മിനിറ്റോളം 2.5 മിനിറ്റോളം സംസാരിച്ചത് താങ്കൾ മാത്രമാണ്.
അത് കണ്ടിന്യൂഷനും ഉണ്ട്. ഞാൻ തന്നെ അതൊക്കെ സന്ദർഭത്തിൽ നിന്ന് കട്ടെടുത്ത് എടുക്കാൻ പറ്റുമല്ലോ. എന്നാൽ ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ട് 2.5 മിനിറ്റ് താങ്കൾ സംസാരിച്ചതല്ലേ അത്? ഇന്ത്യൻ പട്ടാളത്തെ പറ്റി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞ വീഡിയോ എന്തെല്ലാം ഉണ്ട്. അല്ല, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ഇത് താങ്കൾ പറഞ്ഞത് തന്നെയല്ലേ? എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഒരു അഭിപ്രായമുള്ളൂ. ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നല്ലതല്ലാതെ വേറെ അഭിപ്രായം ആർക്കും ഇല്ല, എനിക്ക് തീരെ ഇല്ല. അതല്ല, 7 വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ അത് പറഞ്ഞതാണ്. ഇപ്പൊ താങ്കൾക്ക് എന്താണ് ഇന്ത്യൻ ആർമിയെ കുറിച്ച് അഭിപ്രായം? ഇന്ത്യൻ പട്ടാളത്തെ പറ്റി നമ്മുടെ വികാരമാണ്, നമ്മുടെ സ്വത്താണ്, നമ്മുടെ മുതലാണ്. ഇപ്പൊ ഈ വയനാട്ടിൽ നമ്മൾ കണ്ടല്ലോ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്ത്യക്കാരനോട് ചോദിക്കാൻ തന്നെ പാടില്ലല്ലോ. കാരണം ഇന്ത്യക്കാരെ നമ്മൾ ഉറങ്ങുമ്പോ അവര് കാവലിരിക്കുന്നവരല്ലേ ഇന്ത്യൻ പട്ടാളം. ഇന്ത്യൻ പട്ടാളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ അവരുടെ യാത്രയായപ്പം അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ സ്വീകരണവും അവിടെ ചെയ്ത വയനാട് മാത്രം എടുത്ത് നോക്കിയാൽ മതിയല്ലോ. അവർ അതിർത്തി കാക്കുന്നവര് മാത്രമല്ലല്ലോ. ഇന്ത്യൻ പട്ടാളം അതിർത്തി കാക്കുന്നവര് മാത്രമല്ല, ഓരോ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടായിരുന്നാലും അവിടെയൊക്കെ പറന്നിറങ്ങി എല്ലാ നിലയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നവരാണ് ഇന്ത്യയുടെ പട്ടാളം. അവർ അതിർത്തി കാക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഒരാളെ നമ്മളിപ്പോ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഫാബ്രിക്കേറ്റഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇന്ത്യയുടെ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്നുള്ളതല്ലല്ലോ. മുസ്ലിമീങ്ങൾക്ക് പിന്നെ ഇന്ത്യൻ പട്ടാളത്തെ ബഹുമാനിക്കേണ്ടതും അവർക്ക് പിന്നെ അവരെ പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഭാഗം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരനാവുമ്പോ ആ ഇന്ത്യക്കാരന് മതങ്ങൾക്കപ്പുറത്ത് ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോ ആ ഇന്ത്യക്കാരന്റെ സർവസ്വത്വമാണ് ഈ പട്ടാളം എന്ന് പറയുന്നത്. ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും വികാരമാണ്. ഇപ്പൊ ഞാൻ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്ന ട്രെയിനിന്റെ പല ഭാഗങ്ങളിലും നിന്നും കിടന്നും അവരുടെ സാധന കൂട്ടങ്ങളുടെ ഇടയിലൊക്കെ കിടന്നു വരുന്ന പട്ടാളക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ അത് കണ്ടിട്ട് പല പ്രഭാഷണ വേദികളിൽ ഞാൻ പറഞ്ഞു, അതിന്റെ ക്ലിപ്പ് എന്റെ ഇരിപ്പുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ അവരെയാണ് കൊണ്ടുവരേണ്ടത്. അതെ, സത്യം. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്ന അവരെ ഏറ്റവും അർഹിക്കുന്ന രീതിയിൽ അവരെയാണ് നമ്മൾ പിന്നെ സപ്പോർട്ട് ചെയ്യുകയും അവരെ കാരണം അവർക്ക് സുഖം എന്ന് പറയുന്നത് വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് അവർക്ക് സുഖവും സന്തോഷവും എന്താണ് കിട്ടുന്നത്. അപ്പൊ അവരെ ആ യാത്രയിലെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം എന്നതാണ് ഞാൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഞാൻ തന്നെ അത് ഞെട്ടി ഇങ്ങനെ ഇരിക്കാൻ ആ ഒരു പ്രസംഗം കേട്ടിട്ട് ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. നമുക്ക് ഇന്ത്യൻ പട്ടാളത്തെ സംബന്ധിച്ച് നല്ലതല്ലാത്ത ഒന്നും നമുക്ക് പറയാനില്ലല്ലോ. അപ്പൊ 7 വർഷങ്ങൾക്ക് മുമ്പുള്ള അഭിപ്രായമല്ല താങ്കൾക്ക് ഇപ്പൊ ഉള്ളത്? അങ്ങനെയല്ല, ആ പ്രസംഗം ഫാബ്രിക്കേറ്റഡ് ആണത്. താങ്കൾ പറഞ്ഞതല്ല അല്ലേ? ആദ്യം ഇദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്, അതെ അതെന്റെ പ്രസംഗമാണ്. ഇപ്പൊ പറയുന്നു അത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന്. ഭാഗങ്ങൾ എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്കിപ്പോ ഇന്ത്യയുടെ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സാഹചര്യം അല്ലെങ്കിൽ മുമ്പത്തെ സാഹചര്യം എന്നുള്ളതല്ലല്ലോ. ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനും ഇന്ത്യയുടെ ഓരോ ജനതയ്ക്കും രാജ്യത്തിന്റെ ഓരോ ജനതയ്ക്കും കാവൽ നിൽക്കുന്നവരാണ് ഇന്ത്യൻ പട്ടാളം. അത് അന്നും ഇന്നും എന്നും അങ്ങനെ ആയിരിക്കണം ഒരു ഇന്ത്യൻ പൗരന്. പക്ഷെ താങ്കളുടെ പ്രഭാഷണം പലയിടത്തുനിന്ന് കട്ട് ചെയ്ത് എടുത്തതല്ല, കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ആ 2.5 മിനിറ്റ് കിട്ടുന്നത് നമുക്ക്. അപ്പൊ നമുക്കിപ്പോ ഏതെല്ലാം രീതിയിലാണ് ഒരു കാര്യം യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്നത്. അല്ല, ഒന്നുകിൽ താങ്കൾ അത് താങ്കളുടേതല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കണം. അതല്ലെങ്കിൽ കാണുമ്പോ അറിയാമല്ലോ അത് താങ്കളുടേതല്ലെന്നാ പറയുന്നേ. അല്ല, അത് കാണുമ്പോ അറിയാമല്ലോ, എന്താ സംസാരമാണെന്ന് അറിയാമല്ലോ. അത് പിന്നീട് ഇടയ്ക്ക് പറഞ്ഞത് കേട്ടില്ലേ, ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്, ഇത് എങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്കറിയില്ല. ഇപ്പൊ പറയുന്നു അത് കാണുമ്പോ തന്നെ അറിയാമല്ലോ എന്റേതാണെന്ന്. അബ്ദുൽ നാസർ മദനിയുടെ അവസ്ഥ വരുമോ എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകും ഒന്ന്. അതല്ലെങ്കിൽ അയ്യോ ഞാൻ വൈകാരികമായിട്ട് അങ്ങനെ പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ഇന്ത്യൻ ആർമിയെ കുറിച്ച് അത്തരം ഒരു അഭിപ്രായമാണെങ്കിൽ പോലും ഇന്ന് മോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. പൊതുവിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാകുമായിരിക്കണം, പേടിച്ചു. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് ഏതൊക്കെയോ പിന്നെ ചാനലുകളിലൊക്കെ കാണിച്ചതാണ്. അന്ന് നമ്മളിതിനെ പ്രതികരിച്ചിരുന്നു. ഇതിപ്പോ വീണ്ടും പുതിയതായിട്ട് ഇങ്ങനെ പിന്നെ പൊക്കി നമുക്ക് രാജ്യത്തിന്റെ ഒരു വിഷയം പിന്നെ നമ്മളൊരു കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് എല്ലാ വർഷവും ഇങ്ങനെ പിന്നെ ചികഞ്ഞു കൊണ്ടുവരിക. വയനാടിന്റെ വിഷയം വന്നപ്പോഴാണ് ഇന്ത്യൻ ആർമി എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ചിട്ട് കേരളത്തിന് കൃത്യമായിട്ട് മനസ്സിലായത്.
പ്രത്യേകിച്ച് നമ്മൾ രാജ്യവുമായിട്ട്. അതിന് മുമ്പേ ലോകം കാണുന്നവർക്കൊക്കെ ഇന്ത്യൻ ആർമി ആരാണ് വയനാട് അല്ല ആർമിയെ കുറിച്ചിട്ട് മുസ്ലിങ്ങൾക്കുള്ള കാഴ്ചപ്പാട് ഇതാണോ എന്നാണ് മൊത്തത്തിൽ ആൾക്കാർ ചോദിക്കുന്നത്. അതല്ല, അത് പിന്നെ വയനാട് വന്നതിന് ശേഷമല്ല ഇന്ത്യൻ ആർമിക്ക് ഇത്രയും കഴിവുണ്ടെന്നോ ഒന്നും വന്നിട്ടുള്ളത്. അതിന് ഇന്ത്യൻ ആർമിക്ക് കഴിവുണ്ടെന്ന് കഴിവ് തെളിയിച്ചവരാണല്ലോ. അതല്ല, കേരളം പ്രത്യേകിച്ച് ഒരു അതിർത്തിയും അതിർത്തി രാജ്യങ്ങളൊന്നും പങ്കിടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമിയുടെ എഫേർട്ട് അറിയില്ല. അതായത് നേരിട്ട് അനുഭവം ഉണ്ടായത് വയനാട് ബേസ് പാല നിർമ്മാണവും അത് ശരിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ആർമി അനുഭവിക്കുന്ന പ്രയാസം ഞാണിന്മേൽ ഇങ്ങനെ നൂന്ന് സ്വന്തം ജീവൻ പോലും ബലി അർപ്പിച്ച് രക്ഷപ്പെടുത്തുന്നതും ചെറിയ കുഞ്ഞുങ്ങളെ ബെഡ്ഷീറ്റിന്റെ കഷ്ണം വെച്ചിട്ട് അതെ അല്ല ചെറിയ 3 മക്കളെ സ്വന്തം ശരീരത്തോട് വെച്ച് ബെഡ്ഷീറ്റ് കീറി കെട്ടി വെച്ച് കൊണ്ടുവരുന്നതും ഞാണിന്മേൽ നമ്മൾ പള്ളിയിൽ പ്രസംഗിക്കുന്നതൊക്കെയാണ്. ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മൾ പ്രസംഗിക്കുന്നതിന്റെ പട്ടാളത്തിന്റെ ഈ ത്യാഗവും അവര് ചെയ്ത ഇടപെടലും. അപ്പോ താങ്കളുടെ ഈ പ്രസംഗം കൂടി കേട്ടപ്പോ വല്ലാത്ത വേദന തോന്നി. കാരണം ഇതിനകത്ത് പിന്നെ രക്ഷാമാർഗത്തില് ആരെങ്കിലും പ്രവർത്തിച്ചവർ ഇത് കേട്ടാൽ അവർക്ക് ഇത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. സഹിക്കാൻ പറ്റില്ല. അത് ഈ നമ്മുടെ അടുത്തൊരു ഒരു കാര്യം ചോദിക്കണമല്ലോ. അത് ചോദിക്കാതെ സ്വന്തമായി ഇങ്ങനെ പിന്നെ ചാനലുകളിൽ ഇട്ട് ഇങ്ങനെ അലക്കണം. നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോ അയാളോടാണ് ചോദിക്കേണ്ടത്. എന്താണ് ഇങ്ങനെ സംഭവം എന്ന് ചോദിക്കേണ്ടത്. താങ്കളെ വിമർശിച്ചിട്ട് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അറിയണമെന്ന് തോന്നി. കാരണം ഇതാണ് സംഭവം. നമ്മളിപ്പോ കാര്യം ഇപ്പൊ ചോദിച്ചറിഞ്ഞിട്ടാണ് ഒരു കാര്യം നമ്മൾ ചെയ്യണം. അതെ. അപ്പോ ഞാൻ താങ്കളെ കുറിച്ചിട്ട് വളരെ മോശമായ ഒരു ഇമ്പാക്ട് ആണ് ആ വീഡിയോയിലൂടെ നമുക്ക് കിട്ടുന്നത്. അതനുസരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോ അതിന് പിന്നെ ആളുകൾ എല്ലാവരും മോശമായിട്ട് ധരിച്ചു പോകുമല്ലോ. അപ്പൊ താങ്കൾക്ക് എന്താണ് ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറയാനുള്ളത് എന്നുകൂടി ഓഡിയൻസിനെ അറിയിക്കാനുള്ള ഒരു ബാധ്യത എനിക്കുണ്ടെന്ന് തോന്നി. ഇപ്പഴാണ് നമ്പർ കിട്ടിയത്. തീർച്ചയായിട്ടും അതിനാണ്. കാരണം മറ്റ് മുസ്ലിങ്ങൾ മൊത്തം ഇന്ത്യൻ ആർമിയെ വെറുക്കുന്നവരാണ്, ബലാത്സംഖ്യകളാണെന്ന് ചിന്തിക്കുന്നവരാണ് എന്നൊരു ഇമ്പാക്ട് ഓഡിയൻസിന്റെ മുമ്പിൽ ഉണ്ടാക്കാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതെ. അപ്പൊ ഇതിപ്പോ നമുക്കിപ്പോ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ആർമി പിന്നെ എന്താണ് സാധാരണ ഒരു സംസ്ഥാനത്തിന്റെ പോലീസ് എന്നതിനപ്പുറത്ത് പോലീസ് ആകുമ്പോൾ അയൽ സംസ്ഥാനവും നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതുപോലെയല്ല ഇന്ത്യൻ പട്ടാളം. അതിർത്തി അപ്പുറത്തെ രാജ്യം നമ്മുടെ പിന്നെ രാജ്യത്തിന്റെ ഭാഗമല്ല. അപ്പൊ അവർക്കാണ് കൂടുതൽ പ്രയോറിറ്റിയും അവർക്കാണ് കൂടുതൽ പിന്നെ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അതാണ് എന്റെ നിലപാട്. ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വത്താണ്. ഇതിനൊക്കെ ഒരു പിന്നെ അവർക്ക് കിട്ടുന്ന ഭക്ഷണത്തെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ വൈറലായ ഒരു സംഭവം അന്ന് ഞാൻ പ്രതികരിച്ചിരുന്നു ഈ വിഷയത്തിൽ. തീർച്ചയായിട്ടും അതെന്ത് രണ്ടാമതൊരു അഭിപ്രായം ഇല്ലല്ലോ. അല്ല ഓക്കെ. അപ്പം താങ്കളുടെ ഈ വിലയേറിയ അഭിപ്രായവും കൂടി എനിക്ക് എത്തിക്കേണ്ടിടത്ത് എത്തിക്കണമല്ലോ. അതുകൊണ്ടാണ് വീണ്ടും താങ്കളോട് ഞാൻ വിളിച്ചു ചോദിച്ചത്. ഓക്കെ, വളരെ സന്തോഷം പ്രതികരിച്ചതിന്. ഇതാണ് അദ്ദേഹവുമായിട്ടുണ്ടായിരുന്ന സംഭാഷണം. അപ്പം എനിക്ക് അത് അദ്ദേഹത്തോടൊന്ന് വിളിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി. ഇദ്ദേഹത്തിന് എന്നെ അറിയാത്ത ആളല്ല. എന്നെ പല തവണകളിൽ എൻ്റെ വീഡിയോ എടുത്തു വെച്ചിട്ട് വിമർശിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. പിന്നെ വിളിക്കുമ്പം അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഞാൻ വലിയൊരാളായി പോകുമോ എന്നൊക്കെയുള്ള തോന്നലായിരിക്കും. അതിവിടുത്തെ വിഷയമല്ല. ഞാൻ എൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വിഷയമല്ല. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞതിൽ നിന്നും തികച്ചും വിരുദ്ധമായ ഒരു അഭിപ്രായമാണ് രണ്ടാമത് പറഞ്ഞത്. ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണം നിങ്ങളെ കേൾപ്പിച്ചു. അദ്ദേഹത്തിന് രണ്ടാമത് ഇന്ത്യൻ ആർമിയെ കുറിച്ച് മറ്റൊരു അഭിപ്രായം ഇല്ല. അത് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും ഇദ്ദേഹത്തെ വിമർശിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒന്നുകൂടി അദ്ദേഹം ആദ്യം പറഞ്ഞതൊന്ന് കേൾക്കുക. എന്തിനാണെന്നറിയാമോ? ഒരു കാര്യത്തിന് വേണ്ടിയാണ്. മുനാഫിക്കായ മറ്റൊരുത്തനാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ. മറ്റൊരു മുനാഫിക്കാണ്. ഈ മുനാഫിക്ക് വിവരം കൊടുക്കുന്നു, ഇവിടെ കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കലാപം ഉണ്ടാകിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവുകയാ, ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തിലേക്കുമോ എന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു. ഇതൊക്കെ നേരത്തെ തീരുമാനം
തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇന്ത്യയുടെ പട്ടാളം വരികയാണ്. HMP കോളനിയിൽ ഇന്ത്യയുടെ പട്ടാളം വന്നു കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ സഹോദരാ, കരുണയില്ലാത്തവന്മാരാ, നരകത്തിന് വേണ്ടി അള്ള പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ. ഈ കശ്മലന്മാര് വന്നാൽ ഇവിടുത്തെ പ്രായാധിക്യം വന്ന ഉപ്പാപ്പമാരെ പിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുന്നു. ബാക്കിയുള്ള യുവാക്കളെ വെടിവെച്ച് വീഴ്ത്തുന്നു. എന്നിട്ട് നമ്മുടെ ജീവനതുല്യം സ്നേഹിക്കുന്ന പെൺമക്കളെ ബലാത്സംഗം ചെയ്യൂ. നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യൂ. അത് നാളത്തെ സുപ്രഭാതത്തിലായി കൂടുന്നുണ്ടോ? ഇതൊക്കെ നടന്നല്ലേ മറ്റ് സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടത്? കാശ്മീരിന്റെ അവസ്ഥ എന്താ? അന്ന് 7 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പറഞ്ഞതാണിത്. പക്ഷെ ആ 7 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരുപാട് വിമർശനങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായം മാറിയിരിക്കുന്നു. സഹസ്ര ഞാൻ കണ്ടു കേട്ടോ, സന്തോഷം. അപ്പോ ഇന്ന് അജു അസുരനാണ് എല്ലാവർക്കും മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് മെനക്കെട്ടിരിക്കുന്നത്. കൊടുക്കണം കേട്ടാ, കാരണം നമ്മളതിന്റെ ഇടയ്ക്ക് പോകുമ്പോഴേക്ക് ശ്രദ്ധ തെറ്റിപ്പോകും. ഇനിയും ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ച് മൊത്തത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ മുസ്ലിം കുട്ടികൾ ഇന്ത്യൻ ആർമിയെ കുറിച്ച് പഠിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയണ്ടേ? നമ്മുടെ അസ്കർ അലി ഉണ്ട്. ഈ അസ്കർ അലി ഒന്ന് പറയട്ടെ. എന്താണ് അസ്കർ അലി? 14 വർഷം ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിച്ച ഹുദവി ബിരുദം കിട്ടേണ്ടുന്ന ആളാണ്. ബിരുദം വാങ്ങിയില്ല, പഠനം കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അപ്പൊ അസ്കർ അലി ഹുദവി. അപ്പൊ ഈ മനുഷ്യൻ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് താൻ മതം വിട്ടതെന്നും മതവിശ്വാസിയായിരുന്നപ്പോൾ ആ മത ആലയങ്ങളിൽ നിന്നും ഇന്ത്യൻ ആർമിയെ കുറിച്ച് എനിക്ക് ലഭിച്ച വിജ്ഞാനം എന്താണ്, ഉപദേശം എന്താണെന്നും അസ്കർ അലി തന്നെ പറയുന്നുണ്ട്. നോക്കിക്കോ. എന്റെ കൂടെ ജനിച്ചവൻ അവൻ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുമ്പോ എന്നെ പഠിപ്പിച്ചിരുന്നു, നിങ്ങൾ ആരും ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യരുത്. ഐ ആം വെരി സീരിയസ്. എന്നെ പഠിപ്പിച്ചിരുന്നു, നിങ്ങൾ ആരും ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യരുത്. കാരണം എന്താ? പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറുന്ന ടെററിസ്റ്റുകളെ നിങ്ങൾക്ക് വെടിവെക്കേണ്ടി വരും. അവരെല്ലാം വിശ്വാസികളല്ലേ? അവരെ കുറിച്ച് മറ്റുള്ളവർ പറയും അവർ ടെററിസ്റ്റുകളാണ് എന്ന്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവരല്ലേ യഥാർത്ഥ വിശ്വാസികൾ? അവര് മുസ്ലിമീങ്ങളല്ലേ? അവര് ഇവിടെ ആക്രമിക്കപ്പെടുന്ന കശ്മീരികൾക്ക് വേണ്ടി ചോദിക്കാൻ വരുന്നവരല്ലേ? അവര് ഷഹാദത്ത് കലിമ ചൊല്ലിയവരല്ലേ? നമ്മുടെ മതം എന്താ പഠിപ്പിക്കുന്നത്? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. അപകടകരമാണ് ഈ വിദ്യാഭ്യാസം. എന്നിട്ട് പഠിപ്പിച്ചത് എന്താ? നിങ്ങൾ ഇത് ചെയ്യണമെന്ന് മാത്രമല്ല, നിങ്ങൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിറ്റിയോട് നിങ്ങൾ ഇത് പഠിപ്പിക്കുകയും വേണം. അപകടകരമാണ് ഈ വിദ്യാഭ്യാസം. ഏതെങ്കിലുമൊക്കെ ഒരു തീവ്ര സംഘടനയെ നിരോധിക്കുന്നത് കൊണ്ട് ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. Islam as it is the real fascism. I am very sure about it. I am very clear. Islam as it is the real fascism. അതിൽ വേറെ ഒരു സാധനം ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലെന്ന്. അത് തന്നെ ഫാസിസമാണ്. പക്ഷേ അതേസമയം മുസ്ലിമീങ്ങൾ, we have to note this point that 99.9% of the Muslims are victims of Islam or victims of Muslim. അവർക്കറിയില്ല സത്യത്തിൽ എന്താണ് ഈ നടക്കുന്നത് എന്ന്. അവർ ഇതിന്റെ ഇരകളാണ്. കാരണം എന്താ? ബൈ ബർത്ത് അവൻ ഈ സാധനം കിട്ടിക്കഴിഞ്ഞു. അവന്റെ ഉമ്മയും വാപ്പയും മുസ്ലിം ആണെങ്കിൽ അവന് ഇത് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ചിലവന്മാര് ഈ സംവാദത്തിനൊക്കെ വരുമ്പോ അങ്ങനെയല്ല, ഇതല്ല, അങ്ങനെയല്ല, തലകുത്തിയൊക്കെ മറിഞ്ഞ് ഞങ്ങൾ ബൈ ചോയ്സ് ഇസ്ലാം ആയതാണെന്നൊക്കെ അങ്ങ് പറയും. ചുമ്മാ പറയുന്ന ഇത് ബൈ ബർത്ത് കിട്ടിക്കഴിഞ്ഞു. അല്ലെങ്കിൽ പിന്നെ അവന്റെ ഫാദറും മദറും ഈ മതം ഫോളോ ചെയ്യാതിരിക്കണം. മേളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അവന് ആദ്യം എന്ത് പഠിപ്പിക്കണം, അവന്റെ ചെവികളിൽ ആദ്യം എന്ത് കേൾപ്പിക്കണോ എന്ന് മേളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. എന്നാൽ ഈ ബൈ ബർത്ത് കിട്ടിയ സാധനത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട്. ഇതിൽ ശൈശവിവാഹമുണ്ട്, ഇതിൽ അടിമത്വം ഉണ്ടടേ, ഇതിൽ പല്ലിയെ കൊല്ലലുണ്ടടേ, അല്ലെങ്കിൽ ഇതിലിതാടെ 3-4 ചന്ദ്രഗ്രഹണങ്ങളൊക്കെ പറയുന്നടേ, ഇതൊക്കെ തെറ്റാണടേ എന്ന് പറഞ്ഞ് അവന് മാറി നിൽക്കാൻ പറ്റൂ? ഇല്ല. അപ്പൊ എന്താ മതത്തിന്റെ നിയമം? അവന്റെ തല അങ്ങ് അറുത്ത് കളയണം. ഇനി ഇവൻ എന്തോ ചെയ്യും? ബ്ലഡി ലോക്ക്ഡ്. ഹീസ് ബ്ലഡി ലോക്ക്ഡ്. കഴിഞ്ഞു.
ഈ ഹൂറികളുടെയും ഹെൽഫെയറിന്റെയും ഇടയിൽ മാത്രം ഇസ്ലാമിന്റെ ഇരകളാക്കപ്പെട്ട ഒരുപാട് വിക്ടിംസ് അവരാണ് ഈ വന്ന് തെറി വിളിക്കുന്ന പാവം ടീംസ്. അവർക്കറിയില്ല യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന്. ഒരു ഉസ്താദ് പറഞ്ഞ വിഷയമാണ് ഞാൻ എടുത്ത് കേൾപ്പിച്ചത്. അപ്പോൾ എന്നിട്ടും ഇന്ത്യൻ ആർമി ബലാത്സംഗികളാണെന്നും നമ്മുടെ പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നവരാണെന്നും പറഞ്ഞത് ഉസ്താദാണ്. അതാണ് ഞാൻ എടുത്ത് കേൾപ്പിച്ചത്. അത് കേൾപ്പിക്കുമ്പോഴും എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും തെറി പറഞ്ഞ് എൻ്റെ ഭർത്താവ് പെൺകോന്തനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് എത്ര വിവരമുണ്ട്? ഉസ്താദും ഞാനും തമ്മിലുള്ള സംഭാഷണമാണ് ഞാൻ എടുത്തിട്ടത്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണമല്ലോ. അത് കേട്ടിട്ടും ഇങ്ങനെ പറയണമെങ്കിൽ ഇവരുടെ മനോഭാവം എന്താ? ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്ത ഏക വിഭാഗം ഇവരാണ്. അതുകൊണ്ടാണ് ആദ്യം ഉസ്താദിന്റെ പ്രഭാഷണം കേൾപ്പിച്ചു, രണ്ടാമതെന്റെ ഓഡിയോ ഞാനും അദ്ദേഹവും തമ്മിലുള്ള കോൾ റെക്കോർഡിംഗ് കേൾപ്പിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് ടെലികാസ്റ്റ് ചെയ്തത്. സമ്മതമില്ലാതെയല്ല, ഇതിടണം എന്ന് അദ്ദേഹം പറഞ്ഞു. മൂന്നാമത് വീണ്ടും ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾപ്പിക്കുന്നു. ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ എന്താണ് ഇന്ത്യൻ ആർമിയെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ന് 14 വർഷം ഈ ഇസ്ലാമിക സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ അസ്കർ അലിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച കുട്ടികൾ, ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച കൂട്ടുകാർ ഈ ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി തങ്ങളാൽ കഴിയുന്ന സേവനം ചെയ്യുമ്പോൾ ഞാൻ പല്ലയെ എങ്ങനെ ഒറ്റയടിക്ക് കൊല്ലാം എന്ന് റിസർച്ച് ചെയ്യുകയായിരുന്നു. ഈ വിദ്യാഭ്യാസം അപകടമാണ്. ഈ മദ്രസ തലങ്ങളിലൂടെ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ ലഭിക്കുന്ന രാജ്യവിരുദ്ധമായ വിദ്യാഭ്യാസമുണ്ടല്ലോ, ഇത് അപകടമാണ്. ഇത് അപകടമാണ്. ഇത് വിളിച്ചു പറയുമ്പോൾ എന്നെ തെറി പറയുന്ന ആളുകളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് അസ്കർ അലി പറഞ്ഞ ഇരകളുടെ വിഭാഗത്തിലാണ് നിങ്ങൾ വരുന്നത്. എന്താണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്നോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ എന്താണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ളതെന്നോ ഇവർക്ക് അറിയില്ല. ഇനിയും അറിയാത്തതാണോ? എനിക്കല്ല, ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ, അതായത് ഒന്നുമില്ല, 54 സെക്കൻഡിൽ ഒരു ഉസ്താദ് പറയുന്നത് കൂടി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല, വസ്ത്രം കൊടുക്കലല്ല, വീടുണ്ടാക്കി കൊടുക്കലല്ല. നിങ്ങൾ അല്ലാഹുവിനെ അറിയണം എന്ന കാരുണ്യ പ്രവർത്തനം. ആ പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധനയുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. ഈ കാരുണ്യത്തിന്റെ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ? അവർ സ്വീകരിച്ചിട്ടുണ്ടോ? അവർ ഇപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിലുണ്ടോ, അവർ രക്ഷപ്പെട്ടു എന്നതാണ്. ഇദ്ദേഹത്തിന്റെ അയൽക്കാരായിട്ടുള്ള ഒരു വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ ഒരു വിഭാഗം, ഒരു വീട്, അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ഇദ്ദേഹം അവരെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഫിനാൻഷ്യലി സഹായം ഇദ്ദേഹത്തിൽ നിന്നുണ്ടാകുമെന്നോ അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധ്യമായത് എന്തെങ്കിലും ചെയ്യുമെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ സമയത്തും ഇദ്ദേഹം അവരോട് പറയുന്നത് എന്തായിരിക്കും? അതെ, അള്ളാഹുൽ വിശ്വസിച്ചോട്ടോ, അതാണ് ഏറ്റവും വലുത്. അള്ളാഹുൽ വിശ്വസിച്ചോട്ടോ, അതാണ് ഏറ്റവും വലുത്. ഇദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന കൃത്യമായിട്ടുള്ള വിജ്ഞാനമാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, ഇനിയും നമ്മുടെ നാട്ടില് അഗ്നിപഥ് വന്നു അല്ലെ? ഒരുപാട് യുവാക്കളെ ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയും അവരുടെ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും ഈ പഠിച്ച് ജോലി ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ തുടർന്നും ഇന്ത്യൻ ആർമിയിൽ പോകാം. 17 വയസ്സ് മുതലുണ്ട്. അതല്ലെങ്കിൽ അവരിറങ്ങുന്ന സമയത്ത് ഒരു 11 ലക്ഷം രൂപയോളം അവർക്ക് കിട്ടും. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും മെച്ചപ്പെട്ട രൂപത്തിൽ മുന്നോട്ട് പോകാം. ഇങ്ങനെ നല്ല രൂപത്തിലുള്ള ഒരു പദ്ധതി വന്ന സമയത്ത്
ഇന്ത്യൻ മിലിറ്ററിയിൽ നമ്മൾ ആരും ചേരരുത് കേട്ടോ എന്നായിരുന്നു ഇവര് പ്രസംഗിച്ചത്. കുറച്ച് ഭാഗം ഞാനൊന്ന് കേൾപ്പിച്ചു. പ്രേക്ഷകർക്ക് ഒരു നോട്ടീസ് കാണിക്കാം. കാട്ടുപുറം ജമാഅത്ത് പ്രസിദ്ധീകരിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിക്കുന്ന ഒരു നോട്ടീസാണിത്. ഈ നോട്ടീസിലെ വിവരങ്ങൾ എത്രമാത്രം ഇന്ത്യൻ സൈന്യത്തിൽ അഗ്നിപത് പദ്ധതി വഴി ചേരുന്ന യുവാക്കൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ ഗുണങ്ങൾ ലഭിക്കുമെന്ന് വളരെ വിശദമായിട്ട് വള്ളി പുള്ളി വിടാതെ ഈ നോട്ടീസിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചോദ്യം ഉയരുകയാണ്. ഏതെങ്കിലും മറ്റു മതസ്ഥർ, അതായത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അവരുടെ ഏതെങ്കിലും സംഘടനകളോ ഇത്തരത്തിൽ അവരുടെ സമുദായത്തിൽപ്പെട്ട യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ അവർക്ക് ഈ വിവരം ലഭിക്കുന്നതിനും അഗ്നിപത് പദ്ധതിയെ കുറിച്ച് ഒരു വിവരം, ഒരു ധാരണ ഉണ്ടാകുന്നതിനും ഇത്തരം വിശദമായ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോൾ സമൂഹത്തിൽ ഉയരുകയാണ്. ഇവിടെയാണ് മുസ്ലിം സമുദായത്തിന്റെ ഇരട്ടത്താപ്പ് പ്രകടമാവുന്നത്. നമുക്കറിയാം, അഗ്നിപത് എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച നാൾ മുതൽ ഏറ്റവും കൂടുതൽ ഇതിന് എതിരായിട്ട് പ്രതിഷേധം ഉണ്ടാക്കാനായിട്ട് മുൻനിരയിൽ നിന്ന ഒരു സമുദായം തന്നെയാണ് മുസ്ലിം സമുദായം. പക്ഷേ മുസ്ലിം സമുദായം ഇപ്പോൾ പിൻവാതിലിലൂടെ അവരുടെ യുവാക്കളെ അഗ്നിപത് പദ്ധതിയിലൂടെ സൈന്യത്തിൽ മാക്സിമം കയറ്റാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കാട്ടുപുറം ജമാഅത്ത് പ്രസിദ്ധീകരിച്ച ഈ നോട്ടീസിലൂടെ ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. മുസ്ലിം സമുദായത്തിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകുകയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന കാട്ടുപുറം ജമാഅത്തിന്റെ ഈ ഒരു നോട്ടീസിലൂടെ. അഗ്നിപഥിനെതിരെ തീവ്രവും പ്രതിഷേധവും ഒരു തരത്തിലും ഈ തീരുമാനം നടപ്പിലാക്കാൻ ഭാരതത്തിൽ സമ്മതിക്കില്ല എന്ന് വാശി പിടിച്ചവരുടെ മറ്റൊരു മുഖം മറന്നീക്കി പുറത്തു വരികയാണ്. പ്രതിഷേധങ്ങൾ നിലനിൽക്കുമ്പോഴും പരമാവധി അഗ്നിപഥിൽ ചേരാൻ അവരുടെ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുകയാണ് പിൻവാതിലിലൂടെ മുസ്ലിം സമൂഹം. അഗ്നിപഥിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധമുയർത്തിയ സമൂഹമാണ്, ഒരു വിഭാഗമാണ് മുസ്ലിം വിഭാഗം. ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ആ പ്ലേറ്റ് അവർ നേരെ തിരിച്ചിരിക്കുകയാണ്. തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർക്ക് തന്നെ ഏറ്റവും കൂടുതൽ അവസരം വേണമെന്ന ഒരു നിലപാടാണ് അവർ എടുത്തിരിക്കുന്നത്. അതിലൂടെ മാക്സിമം പ്രചരണം അവരുടെ യുവാക്കൾക്കിടയിൽ ഇവർ വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അഗ്നിപത് പദ്ധതിയിലൂടെ ഒരു ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾ കൂടുതൽ വിദ്യാഭ്യാസം നേടണം. അതുവരെ വിദ്യാഭ്യാസം ഹറാമായിരുന്നു. എന്നിട്ട് എല്ലാ മേഖലകളിലും നിങ്ങൾ കയറണം. നമ്മൾ ആ മേഖലകളിലൊന്നും ഇല്ലാതാകാൻ പാടില്ല. ഒരു ഉസ്താദ് പറഞ്ഞത്, പെൺകുട്ടികളെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുതേ, വളരെ പെട്ടെന്ന് തന്നെ കെട്ടിച്ചു വിടണമെന്നാ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും വൈറസ് സംബന്ധമായിട്ട് സ്ത്രീ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖമുണ്ടായാൽ നിങ്ങൾ സ്ത്രീ ഡോക്ടറെ തന്നെ കാണണം. അവരൊരു മുസ്ലിം വനിതയായിരിക്കണം. ചെറിയ പ്രായത്തിൽ കെട്ടിച്ചു വിട്ടാൽ എങ്ങനെ പഠിച്ച് ഡോക്ടറാക്കുക? നിലപാടുകൾ അപ്പപ്പം മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ? അതുപോലെ അഗ്നിപത് തുടങ്ങിയ സമയത്ത് അഗ്നിപഥിലേക്ക് ചേരരുത് എന്ന് പറഞ്ഞു. പിന്നീട് അഗ്നിപഥിലേക്ക് നിങ്ങൾ നുഴഞ്ഞു കയറണമെന്ന് കേട്ടോ. ശിക്ഷാൽ കിട്ടുന്ന നേട്ടം ഇത്രയും വിശദമായി ഏതെങ്കിലും ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ തങ്ങളുടെ യുവാക്കളെ അറിയിച്ചിട്ടുണ്ടോ എന്നത് ഇവിടെ നാമൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അഗ്നിപഥിനെതിരായ വ്യാജ പ്രചരണങ്ങൾ തള്ളി മുസ്ലിം സംഘടനകളും ജമാഅത്തുകളും കളം മാറ്റി ചവിട്ടുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പദ്ധതി സൈന്യത്തിൽ കരാർ നിയമനം ഏർപ്പെടുത്താനുള്ള നീക്കമാണ് എന്ന് ആക്ഷേപിച്ച് സമരത്തിന് ആഹ്വാനം ചെയ്ത രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് ഇതോടെ വളരെ ചുട്ട മറുപടിയാണ് കേരളത്തിലടക്കം അഗ്നിപഥിന് ലഭിക്കുന്ന സ്വീകാര്യതയിലൂടെ വ്യക്തമാകുന്നത്. ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനുമെതിരെ ആസൂത്രിതമായ കലാപമാണ് പലയിടത്തും നടന്നത്. എം എ ബേബി അടക്കമുള്ള CPM നേതാക്കൾ കേരളത്തിൽ നടത്തിയ ദുഷ്പ്രചാരണങ്ങളെ തള്ളിയാണ് ഇപ്പോൾ അഗ്നിപഥിലേക്ക് കൂടുതൽ യുവാക്കളെ എത്തിക്കാൻ എല്ലാ സംഘടനകളും കൈകോർക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അഗ്നിപഥിനെ ആവേശത്തോടെ ഏറ്റെടുക്കുകയാണ് സംഘടനകളും മതസ്ഥാപനങ്ങളും. രാജ്യമൊട്ടാകെ വിദ്യാർത്ഥികൾക്ക് കര, വ്യോമ, നാവിക സേനകളിലേക്ക് അഗ്നിപത് പദ്ധതിയിലൂടെ അവസരമൊരുക്കാൻ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുകയാണ് പല യുവജന സംഘടനകളും. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പല കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ഇതിനോടകം ആരംഭിച്ചു. എറണാകുളത്ത് വടുതല, കോട്ടൂർ, കാട്ടുപുറം പള്ളി ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. പരസ്യമായി മുസ്ലിം സമുദായത്തിലെ ആളുകളെ ഈ പദ്ധതിയെക്കുറിച്ച് അറിയിക്കുന്നതിനും ഇതിൽ ചേരുന്നതിനും വളരെ ശക്തമായ പ്രചാരണങ്ങൾ അവരുടെ യുവാക്കൾക്കിടയിൽ നടത്തുകയാണ് മുസ്ലിം സമുദായം. മുസ്ലിം സമുദായത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനു മുൻപും ഭാരതത്തിലെ സൈന്യത്തിലെ റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ നമ്മുടെ ആളുകൾ ചേരണമെന്നും റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കണമെന്നും ഒക്കെ മുസ്ലിം സമുദായം അവരുടെ യുവാക്കളെ ഏകോപിപ്പിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. എന്നാൽ മറ്റൊരു സമുദായവും ഇത്തരത്തിൽ അവരുടെ സമുദായത്തിലുള്ള യുവാക്കളെ സൈന്യത്തിൽ ചേരാൻ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ ഇരിക്കെ മുസ്ലിം സമൂഹം ഇതിന് പലപ്പോഴും ഒരു അപവാദമാണ്. പക്ഷെ ഇവിടെ ഏറെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എന്ത് വന്നാലും ഇത് എതിർക്കുമെന്ന് പ്രതിഷേധ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഇപ്പോൾ ആകെ എല്ലാം മാറി അവരുടെ യുവാക്കളെ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുവരാൻ, തള്ളിക്കയറ്റാൻ പരസ്യ പ്രചാരണം നടത്തുന്നത് എന്നതാണ് ഒരു വസ്തുത. മഹല്ല ജമാഅത്തുകളുടെ ഏകീകൃത സംഘടനയായ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ കഴിഞ്ഞ ദിവസം ജമാഅത്തുകൾക്ക് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഒരു സർക്കുലർ നൽകിയിരുന്നു. ഇമാമുമാർ ജുമുഅ പ്രസംഗത്തിൽ ഇക്കാര്യം അറിയിക്കണം എന്ന ആഹ്വാനവും ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൾ അസീസ് മൗലവിയും ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP മുഹമ്മദും ഒപ്പുവെച്ച് സർക്കുലറിൽ പറയുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് കാട്ടുപള്ളി അടക്കമുള്ള മഹല്ലുകളിൽ ഇത്തരത്തിൽ മുസ്ലിം യുവാക്കൾക്കായി ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങിയത്.
ഒരിടത്ത് അഗ്നിപത് പദ്ധതിയോട് കടുത്ത എതിർപ്പും മറ്റൊരു ഭാഗത്ത് വളരെ രഹസ്യമായി സൈന്യത്തിൽ കയറിക്കൂടലുമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിൽ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പിക്കാനുള്ള നീക്കം തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അട്ടിമറി പരിപാടി അനുസരിച്ച് സൈന്യത്തിലേക്കുള്ള ഓൺലൈൻ അപേക്ഷ അയക്കാനാണ് സർക്കുലറിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. കേന്ദ്രത്തിന്റെ അട്ടിമറിയാണ് എങ്കിലും മുസ്ലിം സമുദായം ഇതിൽ നിന്ന് മാറി നിൽക്കരുത് എന്ന ആഹ്വാനമാണ് ഈ സർക്കുലറിലൂടെ ഇവർ കഴിഞ്ഞ ദിവസം നൽകിയത്. സൈന്യത്തിന്റെ 3 വിഭാഗങ്ങളിലേക്കും ഓൺലൈൻ വഴി അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി ജൂലൈ 5 ആണ് എന്നും അതിനു മുമ്പായി 10ാം ക്ലാസ് മുതൽ മുകളിലോട്ട് പരീക്ഷാ യോഗ്യതയുള്ള 17നും 23നും ഇടയ്ക്ക് പ്രായമുള്ള യുവാക്കൾ എത്രയും വേഗം അപേക്ഷ അയക്കണം എന്നുമാണ് ഈ സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്. ആദ്യം ഇവരൊന്ന് പറയും, രണ്ടാമത് അഭിപ്രായം മാറ്റി പറയും. ഉസ്താദ് ആദ്യം പറഞ്ഞ ആർമിയെ കുറിച്ചിട്ടുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് രണ്ടാമത് പറഞ്ഞത്. ഇപ്പോ അഗ്നിപഥിലേക്ക് ആളെ കയറ്റാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, ഒരെണ്ണം കൂടി കേൾക്കുക. ചില ആളുകൾ ഇങ്ങനെയാണ്, താങ്കൾ രാജ്യദ്രോഹികളാണെന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നത് ഇവർ വളരെയധികം അഭിമാനമായി കാണും. സമൂഹ മാധ്യമങ്ങളിൽ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റ് തന്നെ ഉണ്ട് എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം ഭാരതത്തിന്റെ അഭിമാനമായ സേനയ്ക്കെതിരെ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് ഷെഫിക് കോന്താല എന്നൊരു വ്യക്തി. ഫേസ്ബുക്കിലൂടെയാണ് മഹാന്റെ വെല്ലുവിളി. സൈനികരെയും ഭാരതത്തിലുള്ള മുസ്ലിങ്ങളുടെയും കണക്കുകൾ താരതമ്യപ്പെടുത്തിയാണ് ഇയാളുടെ ഒരു പോസ്റ്റ്. ഭാരതത്തിലെ മുസ്ലിങ്ങൾ ആകമാനം ഇളകിയാൽ ഭാരതത്തിലെ സൈനികർക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്നതാണ് ഇയാളുടെ പരാമർശം. ഇന്ത്യൻ സൈന്യത്തെ വെല്ലുവിളി എങ്ങനെയുണ്ട്? ഭാരതത്തിലെ മുസ്ലിങ്ങൾ മുഴുവനും ഇളകിയാൽ ഇന്ത്യൻ മിലിറ്ററിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. അതിന്റെ അർത്ഥം എന്താ? ഇന്ത്യൻ മിലിറ്ററിയുടെ നേരെ എതിരായ പ്രവർത്തനങ്ങളാണ് മുസ്ലിങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന് തന്നെയല്ലേ? സ്പീഡ് കുറച്ചിട്ട് തരാം. വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് ഷെഫിക് കോന്താല എന്നൊരു വ്യക്തി. ഫേസ്ബുക്കിലൂടെയാണ് മഹാന്റെ വെല്ലുവിളി. സൈനികരെയും ഭാരതത്തിലുള്ള മുസ്ലിങ്ങളുടെയും കണക്കുകൾ താരതമ്യപ്പെടുത്തിയാണ് ഇയാളുടെ ഒരു പോസ്റ്റ്. ഭാരതത്തിലുള്ള മുസ്ലിങ്ങൾ ആകമാനം ഇളകിയാൽ ഭാരതത്തിലെ സൈനികർക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്നതാണ് ഇയാളുടെ പരാമർശം. ഇന്ത്യൻ സൈന്യത്തെ വെല്ലുവിളിക്കുന്ന ഷെഫിക് കോന്താലത്തിനെതിരെ എത്രയും വേഗം നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ആന്റി ടെററിസം സൈബർ വിംഗ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരുടെ പ്രതികരണം ഇങ്ങനെയാണ്: ഇന്ത്യൻ സൈന്യത്തെ വെല്ലുവിളിക്കുന്ന ഷെഫിക് കോന്താലത്തിനെതിരെ എത്രയും വേഗം നിയമ നടപടി സ്വീകരിക്കണം. 14 ലക്ഷം ഇന്ത്യൻ സൈനികർക്ക് 20 കോടി മുസ്ലിങ്ങൾ ഇടഞ്ഞാൽ ഒന്നും ചെയ്യാൻ ആവില്ല എന്നാണ് ഇയാൾ എഴുതിയിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തെ വെല്ലുവിളിക്കാൻ ഇവൻ ആരാണ്? ലോകത്തെ 5ാമത്തെ ഏറ്റവും വലിയ സൈന്യത്തെ വെല്ലുവിളിക്കാൻ ആരാണ് ഇവൻ? ഈ രാജ്യത്തിരുന്നു കൊണ്ട് ഈ രാജ്യത്തെ സൈന്യത്തെ പരിഹസിക്കാനും അപമാനിക്കാനും ഇവൻ ആരാണ്? അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം മുസ്ലിങ്ങളെ എന്തെങ്കിലും ചെയ്തോ? എന്തിനാണ് മുസ്ലിങ്ങൾ ഇടയുന്നത്? രാജ്യത്തെയും സൈന്യത്തെയും വെല്ലുവിളിക്കുന്ന ഇവനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. മുസ്ലിങ്ങളെ കുത്തി നോവിച്ച് തെരുവിലിറക്കിയാൽ ഉണ്ടാകുന്ന അപകടം ഊഹിക്കാൻ പറ്റുമോ എന്ന് ഇവൻ ചോദിക്കുന്നു. എന്താണ് ഇയാൾ ഉദ്ദേശിച്ചത്? അയാൾ ഉദ്ദേശിച്ചത് ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നില്ലേ, അത് തന്നെ. വർഗീയ കലാപം ഇളക്കിവിടാൻ ശ്രമിക്കുകയാണ്. ഇയാൾ മതവികാരം ഇളക്കിവിടാൻ ശ്രമിക്കുകയാണ്. ഇയാളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കുക. ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിഭയങ്കരമാണ്. ഇത് രാജ്യത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. ഇത് ഇന്ത്യൻ സൈന്യത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഇത് മത തീവ്രവാദമാണ്. ഇത് ഐസിസിന്റെ സ്വരമാണ്. ഈ രാജ്യത്ത് ഇത് അനുവദിക്കാനാവില്ല. ഇത്തരം തീവ്രവാദികളെ നിലയ്ക്ക് നിർത്തണം. ഇനി ഇവരെയൊക്കെ പേടിച്ചു വേണോ ഇവിടെ ജീവിക്കാൻ? എല്ലാവരും ഇവരെ ഈ വരികളോടെയാണ് ആന്റി ടെററിസം സൈബർ വിങ്ങിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. എന്നാൽ സംഭവം വിവാദമാകും എന്ന് കരുതിയാണോ എന്നറിയില്ല. ഇപ്പോൾ തൊടുപുഴക്കാരനായ ഷെഫിക് കോന്താലത്തിന്റെ പൊടി പോലുമില്ല, പോസ്റ്റ് പോലുമില്ല എന്ന് വേണം പറയാൻ. എന്തൊക്കെയായാലും രാജ്യദ്രോഹത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഇത്തരം ക്ഷുദ്ര ശക്തികളെ നാം തിരിച്ചറിയുക തന്നെ വേണം. അത്തരം ക്ഷുദ്ര ശക്തികൾ നമുക്കിടയിൽ ഈ മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരെല്ലാവരും ഒരേ തരത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ എല്ലാവരും മോശക്കാരാണ്, അല്ലെങ്കിൽ അവർ എല്ലാവരും തീവ്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, അങ്ങനെയൊന്നുമല്ല പറയുന്നത്. എല്ലാ വിഭാഗത്തിലും എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട് എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. നല്ലവരും നല്ലവരല്ലാത്തവരും, നല്ല ചിന്തയിൽ പ്രവർത്തിക്കുന്നവരും നല്ല ചിന്തകൾ ഇല്ലാത്തവരും, തീവ്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. അത്തരത്തിലൊരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഭാരതത്തിന്റെ സുരക്ഷ, ഈ ഭാരതത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നത് വളരെ പ്രധാനമാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടത്തെ ആളുകൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണെന്നും അവർക്കെതിരെ നമ്മൾ ആയുധമെടുക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് ഇന്ത്യൻ ആർമി നമുക്ക് പറ്റില്ല എന്നും ഇസ്ലാമിക സ്ഥാപനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടാൽ അത് നമ്മൾ നല്ല രൂപത്തിൽ എതിർക്കുക തന്നെ ചെയ്യും. തീർന്നിട്ടില്ല, ഒരു പ്രഭാഷണം കൂടി ഒന്ന് കേൾക്കുക. അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കുമെന്ന ഭീഷണിയുമായി തീവ്രവാദ സംഘടന അൽ ഖ്വയ്ദ. അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞാലും ആ രാമക്ഷേത്രത്തെ തകർക്കും, പകരം ബാബറി മസ്ജിദ് അവിടെ അൽ ഖ്വയ്ദയുടെ ജേണലിലാണ് ഈ വിവരം ഉള്ളത്. അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നത്
അൽ-ഖ്വയ്ദ അടക്കമുള്ള തീവ്രവാദ ശക്തികളെ എത്രത്തോളം പ്രകോപിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാവുകയാണ് അൽ-ഖ്വയ്ദയുടെ ഈ മുന്നറിയിപ്പ്. വിശുദ്ധ യുദ്ധമായ ജിഹാദിനെ ആവശ്യപ്പെടുന്നുണ്ട്. 110 പേജുകളാണ് ജേണലിനുള്ളത്. രാമക്ഷേത്രം ഉയരുന്നത് പോലെ തന്നെ തകർക്കപ്പെടുകയും ചെയ്യും. തൽസ്ഥാനത്ത് ബാബ്രി മസ്ജിദ് പണിയും. ജേണൽ ഇങ്ങനെയാണ് പറയുന്നത്. പ്രതിഷ്ഠ ആരാധന അവസാനിപ്പിച്ച് ഇന്ത്യൻ ആർമിയോട് ഇവർക്ക് എന്താണ് ഇത്രമാത്രം കലിപ്പ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഇന്ത്യയെ ഒരു സ്ഥാനാക്കി മാറ്റാൻ ഇതുകൊണ്ട് കഴിയുന്നില്ല എന്നതാണോ ഇവരുടെ പ്രയാസം? ഇവര് വിചാരിക്കുന്നത് പോലെ ഒരു മാപ്പിള സ്ഥാനാക്കി മാറ്റാൻ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇവർക്ക് കഴിയുന്നില്ല. ഇതായിരിക്കും ഇവരുടെ ഏറ്റവും വലിയ വേദന. കാരണം നമുക്കറിയാം, നമ്മുടെ പിണറായി സഖാവ് പോലും പലപ്പോഴും മുസ്ലിങ്ങളെ സുഖിപ്പിച്ചിട്ടാണ് സംസാരിക്കാറുള്ളത്. ഒരു മതപ്രഭാഷകന് പോലും അറിയാത്ത, ഒരു മുസ്ലിം സഹോദരങ്ങൾ പോലും പറയാത്ത രൂപത്തിലുള്ള കല്ലുവെച്ച നുണകളുമായിട്ടാണ് പിണറായി സഖാവ് പലപ്പോഴും വരാറുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് നബിയാണ് എന്ന രൂപത്തിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഇദ്ദേഹം എന്നല്ല ആരെന്തു പറഞ്ഞാലും ശരി, മോശമായിട്ടാണെങ്കിൽ നമ്മൾ അതിന് മറുപടി പറഞ്ഞിരിക്കും. ഇപ്പോ നവാസ് മന്നാനിയുടെ പ്രഭാഷണമാണ് ഇവിടെ ഏറ്റവും വലിയ ചർച്ചയ്ക്ക് കാരണമായത്. ഇന്ത്യൻ മിലിറ്ററി അവരുടെ സകലമാന സുഖവും സന്തോഷവും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും കുടുംബമൊത്തുള്ള ചില നിമിഷങ്ങളും എല്ലാം രാജ്യത്തിനു വേണ്ടി, നമ്മളിൽ ഓരോരുത്തർക്കും വേണ്ടി സമർപ്പിച്ച് ആ രാജ്യത്ത് അതിർത്തികളിലെ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ സ്വസ്ഥമായും സ്വതന്ത്രമായും ജീവിക്കുന്നത്, സന്തോഷത്തോടെ ജീവിക്കുന്നത്. പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുമെന്ന് ഭയക്കാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ഞാനൊരു പട്ടാളക്കാരന്റെ മകളാണ്. ഓരോ പട്ടാളക്കാരനും വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങുമ്പോ പ്രിയപ്പെട്ടവരുടെ മുഖത്തേക്ക് അര സെക്കൻഡ് പോലും നേർക്ക് നേരെ നോക്കാൻ കഴിയാത്ത ആളുകൾ എനിക്കറിയാം. എൻ്റെ ഇളയ സഹോദരൻ ഇന്നും ആർമിയാണ്. എൻ്റെ സിസ്റ്ററിന്റെ മോളുടെ ഭർത്താവ് ആർമിയാണ്. ഞങ്ങൾക്കറിയാം അത് വളരെ നന്നായിട്ട്. തിരിച്ചു വരുമോ ഇതുപോലെ, ഇനിയും ഇവരെയൊക്കെ എനിക്ക് ജീവനോടെ കാണാൻ പറ്റുമോ എന്നറിയാത്ത ഒരു വലിയ ദൗത്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നവരാണ് അവർ. യാത്ര പറഞ്ഞു പോകുന്നു, രാജ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചിട്ട് അവരിഷ്ടമില്ലാതെയല്ല, ത്യാഗമാണ് അവർ ചെയ്യുന്നത്. എത്ര ഇന്ത്യൻ ആർമിക്കാരുടെ മൃതശരീരത്തോട് നമ്മുടെ ഈ കേരളക്കര ആദരവ് കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഹമാസ് ഭീകരവാദികളുടെ മിസൈലിനാൽ നമ്മുടെ ഒരു സഹോദരി മരിച്ചപ്പോൾ അവരുടെ മൃതശരീരം ഏറ്റുവാങ്ങാൻ പോലും എയർപോർട്ടിലേക്ക് പോകാതിരുന്ന രാഷ്ട്രീയക്കാരെ നമുക്കറിയാം. കേരളത്തിന്റെ അധികാരികളെ നമുക്കറിയാം. കാരണം കൊന്നത് ഹമാസ് ഭീകരരാണ്. അവരെ എന്തെങ്കിലും പറഞ്ഞാൽ, അവരെ വിമർശിച്ചാൽ നമ്മുടെ നാടിന്റെ മുസ്ലിം വികാരമിളകും. അവർക്ക് വേണ്ടി ഒരു അനുശോചന പോസ്റ്റ് പോലും എഴുതിയിട്ട് മുസ്ലിങ്ങൾ നമ്മളെ വെറുത്തു പോകുമോ എന്ന ഭയത്താൽ ആ പോസ്റ്റ് മുക്കിയ ആളുകളെ, അത്തരം രാഷ്ട്രീയ പ്രമുഖരെ കണ്ടവരാണ് നമ്മൾ. ഒന്നാലോചിച്ചാൽ മതി. നമ്മളെ പാകിസ്ഥാൻ വന്ന് ആക്രമിക്കുമെന്ന്, ചൈനയുടെ ബോംബ് വന്ന് വീഴുമെന്ന്, നമ്മൾ എല്ലാവരും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടേണ്ടി വരുമെന്ന് നമുക്ക് ഭയമില്ലാത്തത്. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി, ഈ രാജ്യത്തിനു വേണ്ടി ത്യാഗമർപ്പിക്കാൻ തയ്യാറായി, അതിർത്തിയിൽ ആയുധവും പിടിച്ച് കാറ്റെന്നും മഴയെന്നും വെയിലെന്നും ഇല്ലാതെ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. ആ ഇന്ത്യൻ ആർമിയെ മുസ്ലിം പെൺകുട്ടികളെയും മുസ്ലിം സ്ത്രീകളെയും ബലാത്സംഖികൾ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉസ്താദ് എന്നല്ല, ഏതു കോത്താഴത്തെ മറ്റവനാണെങ്കിലും ശരി, അവനെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. അതിനി ആരായിക്കൊള്ളട്ടെ.
ഇവനൊക്കെ പറയുന്നത്, ഈ തെറി പറയുന്ന ഒന്നും പറയുന്നില്ല ഞാൻ, ഇവന്മാര് നല്ല തന്തയ്ക്കുണ്ടായവന്മാരാണെങ്കിൽ അല്ല എന്നവര് തന്നെ തെളിയിക്കുന്നുണ്ട്. ഇന്ത്യൻ ആർമിയെ കുറിച്ച് അയാൾ പറഞ്ഞത് തെറ്റാണ് എന്നല്ലേ പറയേണ്ടത്? അത് പറയാൻ ഇവർക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവരുടെയും ഉള്ളിൽ കിടക്കുന്ന സാധനം അത് തന്നെയാണ്. കണക്കായി പോയി എന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലായ? കുറെ അപ്പിക്കുപ്പായക്കാരികൾ വന്നിട്ടുണ്ട്. ഇവളുമാർക്ക് എന്തറിയാം ഇസ്ലാമിനെ കുറിച്ച്? ഖുർആനിലെ ഒരധ്യായമെങ്കിലും സ്വന്തം ഭാഷയിൽ അർത്ഥം മനസ്സിലാക്കിയാൽ അവളുമാരാണോ ഈ മദ്രസ പൊട്ടത്തികളും പൊട്ടന്മാരും? അല്ല, അവർക്കറിയില്ല. അതുകൊണ്ടാണ് അസ്കർ അലി പറഞ്ഞത് ഇവർ ഇരകളാണ്. ഇസ്ലാമിന്റെ ഇരകളാണ്, മുസ്ലിമിന്റെ ഇരകളാണ്. അവർക്കറിയില്ല. ഫൈസൽ, നിന്നെ കിട്ടുവോ? 10,000 തരാം. 10 പൈസ പോലും കൊടുക്കാതെ ഉമ്മായെ കിട്ടത്തില്ലടാ ഫൈസലെ നിനക്ക്, നിന്റെ ഉമ്മായെ. അതാവുമ്പോ ഒരു റിലേഷനുമുണ്ട്. സ്വർഗത്തിൽ ചെന്നാലും ഉമ്മായെ കിട്ടുമെന്ന് ഉസ്താദുമാര് പഠിപ്പിക്കുന്നുമുണ്ട്. അതല്ലടാ കുറച്ചും കൂടി നല്ലത്. അതല്ലേ കുറച്ചും കൂടി നല്ലത്? അതാവുമ്പോ വീട്ടിനകത്ത് തന്നെ നിൽക്കുകയും ചെയ്യും. നിനക്ക് മുട്ടുമ്പം പൊക്കി പിടിച്ചോണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും പോകുകയും വേണ്ട. 10,000 പോയിട്ട് 10 പൈസ പോലും ചെലവാകത്തുമില്ല, ഇരു ചെവി അറിയത്തുമില്ല. മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്ന സമയത്ത് 2 പേർക്ക് ഉമ്മാക്കും മോനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഉമ്മാക്കും പ്രാർത്ഥിക്കാം, പരലോകത്തും എൻ്റെ മോനെ തന്നെ എനിക്ക് തന്നേക്കണേ ഈ സുഖം അനുഭവിക്കാൻ. അതല്ലടാ നല്ലത്. അതാണ് നല്ലത്. അങ്ങനെ നോക്ക്. അപ്പോ ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ച് വളരെ മോശമായിട്ടാണ് ഇവർക്കിടയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നതും പഠിപ്പിക്കപ്പെടുന്നതും. ഒടുവിൽ സമൂഹ മധ്യത്തിൽ അത് ചർച്ചയായി. സോഷ്യൽ മീഡിയ ഈ വിഷയം ഏറ്റെടുത്തു. അതോടുകൂടി ഈ ഉസ്താദിന് ഒരുപാട് വിമർശനങ്ങൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായി. ഈ 7 വർഷം ഇല്ലാതിരുന്ന വിമർശനങ്ങൾ ഇപ്പോഴുണ്ടായി. അപ്പോൾ കൃത്യമായി അദ്ദേഹം മാറ്റി പറയാൻ തയ്യാറായി. ശരി, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം അത് മനസ്സിൽ തട്ടിപ്പറഞ്ഞതാണെങ്കിൽ അത് അംഗീകരിക്കുന്നു. അതല്ല, അബ്ദുൽ നാസർ മദനിയുടെ അവസ്ഥയെങ്ങാനും എനിക്ക് വരുമോ എന്ന് ഒരു വേള ഭയന്നു പോയതാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ചിട്ട് മോശമായ അഭിപ്രായമാണ് എന്ന് അനുമാനിക്കേണ്ടി വരും. ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ചിട്ട് ഒരിക്കലും മോശം പറയേണ്ടി വരരുത്, വന്നിട്ടില്ല, വരാൻ പാടില്ല, ഒരു ഇന്ത്യക്കാരനോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തോട് ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കേണ്ടി വന്നത് ഏത് സാഹചര്യത്തിലാണ്? അദ്ദേഹത്തിന്റെ ആ വീഡിയോ ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമേ ഇല്ല. എന്തായിരുന്നാലും പിന്നീട് അദ്ദേഹം അത് തിരുത്തി പറയാൻ തയ്യാറായല്ലോ. അതുപോലെ 17 വയസ്സു മുതലുള്ള കുട്ടികൾക്ക് ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് ഒരു പ്രവേശന ക്യാമ്പയിൻ വെക്കുന്നു അഗ്നിപഥ്. ആ സമയത്ത് എല്ലാ മഹല്ലുകളിലും വിളിച്ചു പറയുവാണ്, മുസ്ലിം കുട്ടികൾ ചേരല്ലേ, നമ്മുടെ സഹോദരങ്ങളാണ് പാകിസ്ഥാനികൾ, അഫ്ഗാനികൾ, ബംഗ്ലാദേശികൾ, അവരെയാണല്ലോ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മിലിറ്ററി പരിശീലനം നേടുന്നത്. അതുകൊണ്ട് മക്കളെ നിങ്ങൾ പോകല്ലേ. സിറാജിന് എന്താടാ ഇന്ന് ഉമ്മായെ കിട്ടിയില്ലേ? മുള്ളുമുരുക്കി പോയിട്ട് കൈവിടറാ ചെല്ല്. സൽമാൻ ഫാരിസേ, നിനക്ക് ഡ്രസ് ഇടാതെ നിന്നൂടെന്ന്. മോനെ, നിന്റെ ഉമ്മ അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുമെന്നും പറഞ്ഞ് ഞാനൊന്നും ആ ടൈപ്പല്ലടാ. ഉമ്മായെ എപ്പോഴും മുഴുവനെ കണ്ടേ നിനക്ക് എല്ലാ സ്ത്രീകളും നിന്റെ ഉമ്മായെ പോലെ ഒരു വേശ്യയാണ്, ക്ഷമിക്കണം നിങ്ങൾ പറയേണ്ടി വരുന്നതാണ്, വേശ്യയാണ് എന്ന് തോന്നുന്നത് നിന്റെ ഉള്ളിൽ കിടക്കുന്ന മദ്രസ ബുദ്ധിയാ. പിന്നെ മമ്മദിന്റെ ഇതല്ലേടാ പഠിക്കുന്നത്. കണ്ണ് തെറ്റിയാൽ ബെഡിൽ വേറൊരു പെണ്ണിനെ പിടിച്ച് കിടത്തുന്ന മമ്മദ്, അതല്ലേടാ പഠിക്കുന്നത്. അപ്പൊ അത് പഠിക്കുന്ന നീ കുഴപ്പമൊന്നുമില്ല. പിന്നെ പരലോകത്തില് നിനക്ക് ഇവിടത്തെ ഉമ്മായെയും ഉമ്മുമ്മായെയും മകളെയും പെങ്ങളെയും ഒക്കെ നാളെ പരലോകത്ത് നിനക്ക് ഹൂറിയായി ലഭിക്കും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു, ഉസ്താദുമാര് പഠിപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തില് ഉമ്മായെ ഇപ്പൊ തുണിയില്ലാതെ ഒന്ന് കണ്ടത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലടാ. പക്ഷെ നിന്റെ ഉമ്മ എല്ലാവരുടെയും മുമ്പിൽ തുണി ഉരിഞ്ഞു നിൽക്കുന്നത് പോലെ, പ്രത്യേകിച്ച് മക്കളുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ എല്ലാവരും അങ്ങനല്ലടാ കേട്ടോ.
എല്ലാവരും അങ്ങനെയല്ല. നിന്റെ ഉമ്മായെ പോലെ. ഷുഹൈബിന് എവിടാടാ പൊള്ളുന്നേ? നിന്റെ ഉമ്മ അങ്ങനെയാണെന്ന് നിന്റെ ഉമ്മയോട് ചോദിക്കണം. നിനക്കല്ലേ അറിയാം. നിന്റെ കൂടെ നിന്റെ ഉമ്മ കിടക്കുന്നുണ്ടോ ഇല്ലെന്ന് നിന്റെ ഉമ്മാക്കി അറിയോ? ഞങ്ങറിയില്ല. ഫറാസ്, എന്താ നിന്നെ ഉമ്മായി ഒരുമിച്ച് ജനങ്ങൾ വെച്ച് പിടിച്ചെന്നോ നാട്ടുകാര്? ആഹാ, കൊള്ളാലോടാ. വാപ്പാടെ പിടിപ്പുകേടാണല്ലോടാ അത്. നിന്റെ വാപ്പ അത്രയ്ക്ക് പഴയായിരിക്കുമല്ലോടാ. അമ്മയുടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും മോനെ കൊണ്ട് തൽക്കാലം ജയിക്കാന്ന് വിചാരിക്കുന്നത്. ഫറാസ്, മുസാഫ, നിനക്കെന്താടാ? ഉമ്മായി വിളിച്ചിട്ട് വന്നില്ലാന്നോ? വാപ്പ വിട്ട് കാണത്തില്ല. വാപ്പാടി വരെ ഉബൈ തന്നെ നന്നാക്കണ്ട. ആദ്യം മുഹമ്മദിനെ പോയി നന്നാക്ക. ചെല്. അള്ളാഹു വിചാരിച്ചിട്ട് മുഹമ്മദ് നന്നായിട്ടില്ല. പിന്നെയാണ് ഇപ്പൊ നീ ഒന്നിപ്പോ ഓടാ ഇരിക്ക. ഇരിക്കട്ടെ. അപ്പൊ അഗ്നിപഥിനെ കുറിച്ചും ആദ്യം ഇവര് പറഞ്ഞു അത് BJP സർക്കാരിന്റെ അട്ടിമറിയാണ്, നമ്മൾ സമ്മതിക്കരുത് എന്ന് പറഞ്ഞു. പിന്നീട് നോക്കിയപ്പോ ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഒക്കെ ഇരച്ചു കയറുന്നു. അയ്യോ പാടില്ല, നമ്മുടെ കുട്ടികൾ, ഞമ്മന്റെ പിള്ളാര് ആ മേഖലയിൽ വേണം. ഒരു ക്യാമ്പയിൻ നടത്തുവാണ് ജമാഅത്തിന്റെ കീഴിൽ. അടിപൊളി. താഹിറ പറഞ്ഞത് കേട്ടോ. ദയവായിട്ട് കമന്റ് ഇടുന്ന ആളുകൾ മോശം കമന്റ് ഇട്ടിട്ട് ഈ സ്ത്രീയുടെ വായിൽ നിന്നും മാതാപിതാക്കളെയും ഇസ്ലാമിനെയും പറയിപ്പിക്കാതിരിക്കുക. നല്ലത്, വളരെ നല്ലത്. അത് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും കിട്ടും. അതേത് മറ്റവനാണെങ്കിലും പറയും. അപ്പോ പിന്നീട് ഇവർക്ക് മനസ്സിലാകുവാണ്, അയ്യോ നമ്മുടെ വിഭാഗങ്ങളൊന്നും ഇന്ത്യൻ ആർമിയിൽ ഇല്ലാതെ പോയാൽ അത് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് മക്കളെ എല്ലാവരും അങ്ങോട്ട് കയറിക്കോ ഇന്ത്യൻ ആർമിയിലേക്ക്. ഒന്നും അല്ലെങ്കിൽ നമുക്ക് നാളെ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ബംഗ്ലാദേശോ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമുക്ക് ഞമ്മന്റെ ആളുകളുടെ കൂടെ നിൽക്കാമല്ലോ. എന്നിട്ട് ഈ ജനാധിപത്യ അറാം പറഞ്ഞ രാജ്യത്തെ നമുക്ക് ആക്രമിക്കാമല്ലോ എന്നായിരിക്കും ഇവന്റെയൊക്കെ ഉള്ളിലിരിപ്പ്, നമുക്കറിയില്ല. അതുകൊണ്ട് പിന്നീട് അതാ ഇവരുടെ രീതി. അവര് മാറ്റി പറഞ്ഞു. കൽക്കട്ടയില് മെഡിക്കൽ കോളേജ് വന്ന സമയത്ത് ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ നടന്ന് കാല് തേയുക, കുട്ടികൾക്കൊരു അഡ്മിഷന് വേണ്ടി. ആ സമയത്ത് മൃതശരീരം മയ്യത്ത് കുത്തിക്കീറി പഠിക്കുന്ന പഠനമുണ്ടല്ലോ മക്കളെ, നമുക്കത് ഹറാമാണ് മക്കളെ. ശുദ്ധമായ മലയാളം സംസാരിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല മക്കളെ. ഇംഗ്ലീഷ് പഠിക്കരുത് മക്കളെ. ഇംഗ്ലീഷ് നരകത്തിന്റെ ഭാഷയാണ് മക്കളെ, ഹറാമായ ഭാഷയാണ് മക്കളെ. ഇതൊന്നും നമ്മൾ പഠിക്കരുത് മക്കളെ. ഇങ്ങനെ അലറി വിളിച്ചവന്മാര് ഇന്ന് കൊച്ചിയില് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ഇത് പഠിക്കാൻ വേണ്ടി 1 മാസം അവിടെ താമസിച്ച് പഠിക്കാം. ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ ഈ കോഴിക്കോട് അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന അനേകം ഹോസ്പിറ്റലുകളുടെ നടത്തിപ്പാരാണെന്നറിയാമോ? മാനേജ്മെന്റ് ആരാണെന്നറിയാമോ? മുസ്ലിങ്ങളാണോ? മനസ്സിലായോ? ഒരിക്കലും ഇവര് ഹറാം. കമ്പ്യൂട്ടർ വന്നപ്പോൾ വേണ്ട, സ്ത്രീകളുടെ വിദ്യാഭ്യാസം വേണ്ട, അവരുടെ വിവാഹപ്രായം ഉയർത്തുന്ന വേണ്ട, ഏക സിവിൽ കോഡ് വേണ്ട, മുത്തലാഖ് നിരോധിക്കണം പറ്റില്ല, ബഹുഭാര്യത്വം നിരോധിക്കണം പറ്റില്ല, യൂണിഫോം സിവിൽ കോഡ് നമുക്ക് പറ്റില്ല, NRC CAA നമുക്ക് പറ്റില്ല. എന്തുവാ നമുക്ക് പറ്റുന്നത്? എന്തുവാ നമ്മന്റെ ആളുകൾക്ക് പറ്റുന്നത്? ഇവരിങ്ങനെ പഠിപ്പിച്ച് 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 ഒടുവിൽ ജനങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇവന്മാരുടെ മതം വലിയ അപകടമാണല്ലോ. മുസ്ലിം സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരരുത്. മുസ്ലിം സ്ത്രീയെ അധികാരമേൽപ്പിച്ച ഒരു ജനതയും ഗതി പിടിച്ചിട്ടില്ല. ഇതൊക്കെയാണ് പ്രസംഗിക്കുന്നത്, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് എത്ര രാജ്യങ്ങളാണ് മുസ്ലിം സ്ത്രീകൾ ഭരിക്കുന്നത്, അല്ല സ്ത്രീകൾ ഭരിക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ? ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ഇവർ അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പിടിക്കും. അതവരുടെ രീതിയാണ്.
തെറിവിളികൾ മാത്രമേ ഉള്ളൂ. സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും പലരും പറഞ്ഞു ഈ വീഡിയോ ചെയ്തതിന് ശേഷം, ലൈവ് സ്ട്രീം ചെയ്തതിന് ശേഷം മാത്രം ഇവർക്ക് മറുപടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇടയ്ക്ക് ആർക്കൊക്കെ മറുപടി കൊടുക്കുകയും ചെയ്യും. ശരി, നോക്കട്ടെ. മദ്രസ ബുദ്ധിയും വെച്ചിട്ട് ഇവരൊക്കെ എനിക്ക് മറുപടി പറയാൻ വന്നിരിക്കുകയാണ്. എന്തെങ്കിലും അറിയാമോ? ഞാൻ പഠിച്ച മദ്രസയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഓരോന്നിങ്ങ് വരും. പഠിക്കുന്നത് എന്താണ്, പറയുന്നത് എന്താണ്? ഉസ്താദുമാർ പറയുന്നതിനല്ലേ ഇവർ മറുപടി പറയുന്നത്? ഉസ്താദ് അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെ പറയേണ്ടി വന്നതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. അത് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ തലച്ചോറ് ഉപയോഗപ്പെടുത്തണ്ടേ? ഖുർആൻ തന്നെ പറഞ്ഞത് എന്താ ആവശ്യത്തിന് വേണ്ടത് ചോദിക്കേ? ഖുർആൻ തന്നെ പറഞ്ഞത് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. സഫി ആരുടെ വാപ്പയെ കുറിച്ചാണ് ചോദിക്കുന്നേ? ആരുടെ വാപ്പയെ കുറിച്ചാണ് നിനക്കറിയേണ്ടത്? എന്റെ വാപ്പയെ കുറിച്ചോ? എന്റെ വാപ്പക്ക് അതാണോ പണിയുന്നത്? എന്താണ് എന്റെ വാപ്പക്ക് പണി? ആയിഷത്തിന് അറിയേണ്ടത് ഞാൻ മുസ്ലിം ആയിരുന്നു എന്ന തുണി പൊക്കി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവള്. വീട്ടിനകത്ത് ഇരുന്നപ്പോഴേ ഇവക്ക് അങ്ങോട്ട് ഒരു വെപ്രാളം ഉണ്ടാകും. അതുകൊണ്ട് ഇവൾ ഓടി വന്ന. ഇറങ്ങി പോടി നീയൊക്കെ പാച്ചിട്ട് എന്തിനാ? ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വരെ മതം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ വെളുമാരൊക്കെ അപ്പിക്കുപ്പായത്തിനകത്തിരിക്കുകയാണ്. തല തുറന്നാലല്ലേ സൂര്യപ്രകാശം അടിക്കൂ. ഖുർആൻ തന്നെ പറഞ്ഞത് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഹൃദയം കൊണ്ട് ചിന്തിക്കാനാ. പിന്നെ ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവന്മാരുടെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ലൈംഗികമാണ്. അപ്പൊ ആ രൂപത്തിൽ ചിന്തിക്കാനേ പറ്റൂ. അവന്മാരുടെ കൂടെ കഴിഞ്ഞ് ഈ മദ്രസ പൊട്ടത്തികൾക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. യോനി ചിന്തക്കാർ, മറ്റത് ലിംഗ ചിന്തക്കാർ. ഇവരോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ ലൈവിൽ കയറി വന്നിട്ടേ അപ്പോൾ ഇവർക്കാകെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനും ലൈംഗിക അവയവങ്ങളുടെ പേര് പറയാനും മാത്രമാണ് അറിയുന്നത്. കാരണം ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ഇവരെ സംബന്ധിച്ചിടത്തോളം സെക്സ് ആണ് ഇവരുടെ വിഷയം. അങ്ങനെ ആയതുകൊണ്ട് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ജമീല പോയിട്ടേ വീട്ടിൽ ഏതെങ്കിലും നായ ഉണ്ടോ നോക്ക്. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. നന്ദി.